ഈ വാഹനം ഷെവർലെ ട്രാവേഴ്സ് ആണ്, 2023 മോഡൽ. ഇതിൻ്റെ സീറ്റ് ലംബാർ സ്വിച്ച് നോട്ട് വർക്കുന്നതിന് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. ചെക്ക് ചെയ്തപ്പോൾ കസ്റ്റമർ അഡീഷണൽ സീറ്റ് കവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ. ഇത് ഒറിജിനൽ സീറ്റ് കവറല്ല. അത് ഫിക്സ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഈ കവർ ഊരണം. ഈ കവർ ഊരിയപ്പം ഇതിൻ്റെ സീറ്റ് ലംബാർ സ്വിച്ചിൻ്റെ ടോപ്പ് കവർ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ അടിഭാഗത്ത് കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കാണ് സീറ്റ്. എപ്പോഴും ശ്രദ്ധിക്കുക, വാഹനത്തിൻ്റെ സീറ്റ് കവർ എന്തെങ്കിലും വർക്കിനോ സീറ്റ് എക്സ്ട്രാ ഫിറ്റിംഗ് എന്തെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് എന്തെങ്കിലും വാഹനത്തിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഫിക്സ് ചെയ്തതിന് ശേഷം വാഹനം റിസീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനം ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം അമേരിക്കൻ വെഹിക്കിൾസിൻ്റെ പാർട്സിന് നല്ല വിലയുണ്ട്. ഇതിൻ്റെ സീറ്റ് ലംബാർ സ്വിച്ച് പൊട്ടിപ്പോയിരിക്കുകയാണ്. സീറ്റ് കവർ അഴിച്ചപ്പോൾ ഇത് പൊട്ടി താഴെ വീണതാണ്. ചെറിയ ഡാമേജ് ഉണ്ട് സ്വിച്ചിൻ്റെ ലോക്കിൽ. വാഹനത്തിൽ എന്തെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പുറത്ത് സർവീസ് സെൻറ്ററിലല്ലാതെ പുറത്തെവിടെയെങ്കിലും കൊടുക്കുകയാണ്. സീറ്റ് കവറോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീല് അതേപോലെ ഡാഷ്ബോർഡ് കവറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ വണ്ടി തിരിച്ച് റിസീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഡാമേജ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുന്നത് നല്ലതാണ്. അമേരിക്കൻ വാഹനത്തിൻ്റെ എല്ലാ പാർട്സുകൾക്കും നല്ല കോസ്റ്റ്ലിയാണ്. ഇതാണ് സീറ്റ് ലംബാർ സ്വിച്ചിൻ്റെ ലൊക്കേഷൻ. ഇവിടെ കാണാം. ഇത് പഴയ സ്വിച്ച് ഉണ്ട്, ഉള്ളിൽ പൊട്ടിയിരിക്കുകയാണ്. ഇത് പുതിയ സ്വിച്ചാണ്. പുതിയ സ്വിച്ച് ഇഷ്യൂ ചെയ്താണ് മാറാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ക്യാപ്പ് പുറമേ കൂടെ എടുക്കാൻ പറ്റില്ല, സ്വിച്ചിൻ്റെ ഒപ്പമാണ് വരുന്നത്. അങ്ങനെ എടുക്കാൻ ശ്രമിച്ചിട്ടാണ് ഇത് പൊട്ടിപ്പോയത്. ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ കണക്ട് കൊടുക്കുക. എന്നിട്ട് ഇത് സീറ്റിൻ്റെ സൈഡ് കവറിൻ്റെ ലോക്കുകളും പൊട്ടിയിട്ടുണ്ട്. ഈ വാഹനം 2023 മോഡലാണ്. ഇത് അണ്ടർ വാറണ്ടിയിലുള്ളതാണ്. ഇങ്ങനെ സ്വിച്ച് എന്തെങ്കിലും ഡാമേജ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വാറണ്ടി റിജക്റ്റ് ആകും. അപ്പോൾ ഈ വാഹനത്തിന് വാറണ്ടി കിട്ടത്തില്ല. ഇങ്ങനെ സ്വിച്ച് നമ്മൾ പുറത്ത് എന്തെങ്കിലും വർക്കിന് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡാമേജ് ആകാതെ തിരിച്ച് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. ഇവിടെ സീറ്റിൻ്റെ ലംബാർ സ്വിച്ച് റീപ്ലേസ് ചെയ്ത് പുതിയത് ഫിക്സ് ചെയ്തതാണ്. അതിൻ്റെ വർക്കിങ് നമ്മൾ വർക്ക് ചെയ്ത് ചെക്ക് ചെയ്യുകയാണ്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ് സ്വിച്ചുകൾ 2 കാണാം. അത് സീറ്റ് റിക്ലൈനറിൻ്റെയും അതായത് സീറ്റ് ഫോർവേഡും റിവേഴ്സും പോകുന്നതിൻ്റെ സ്വിച്ചുകളാണ്. അതും 2ഉം 3ഉം അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ചെക്ക് ചെയ്തു, ഓക്കെയാണ്.